ഹലോ, ഇന്ന് ജൂലൈ 8. കേരള ചരിത്രത്തിൽ ഒരു വലിയ ട്രെയിൻ ദുരന്തം നടന്നതിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഏതാണ്? പെരുമൺ ദുരന്തം. 1988 ജൂലൈ മാസം 8-ാം തീയതിയാണ് കേരളത്തിൽ നടുക്കിയ ആ ട്രെയിൻ ദുരന്തം ഉണ്ടായത്. അപ്പോൾ 8ൻ്റെ പണി കിട്ടിയ ഒരു ഇൻസിഡൻ്റ് ആണെന്ന രീതിയിൽ നിങ്ങൾക്ക് 8 വെച്ച് കണക്ട് ചെയ്താൽ പെരുമൺ ദുരന്തം നടന്ന വർഷവും ഡേറ്റും നമുക്ക് ഓർത്ത് പറയാം. 1988 ജൂലൈ 8. ഓക്കെ, 1988 ജൂലൈ 8-ാം തീയതിയാണ് പെരുമൺ ദുരന്തം നടന്നത്. എവിടെ വെച്ചിട്ടാണ് ഈ അപകടം നടന്നത്? പെരുമൺ എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പെരുമൺ എന്ന സ്ഥലത്ത് വെച്ച് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി കായലിലേക്ക് മറിയുകയായിരുന്നു. ഏത് കായലാണ്? കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലേക്കാണ് ഈ ട്രെയിൻ പാളം തെറ്റി മറിഞ്ഞത്. ഓക്കെ, അപ്പോൾ പെരുമൺ ദുരന്തം നടന്നത് ഏത് കായലിലാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. പണിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലേക്ക് വന്ന് പതിക്കുന്ന ഒരു നദിയാണ് കല്ലടയാറ്. കല്ലടയാറും അഷ്ടമുടി കായലും സംഗമിക്കുന്ന സ്ഥലത്താണ് മൺട്രോത്തുരുത്ത് ഐലൻഡ് ഉള്ളത്. അഷ്ടമുടി കായൽ പതിക്കുന്നത് അറബിക്കടലിലാണ്. അഷ്ടമുടി കായൽ അറബിക്കടലിലേക്ക് പതിക്കുന്ന ഭാഗത്താണ് നീണ്ടകര അഴിയുള്ളത്. ഓക്കെ, അഷ്ടമുടി കായൽ കേരളത്തിൽ നിന്ന് റാംസർ സൈഡിൽ ഇടം നേടിയിട്ടുള്ള ഒരു കായലാണ്. എ ഗേറ്റ് വേ ടു ബാക്ക് വാട്ടേഴ്സ്, കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായലാണ്. ആശ്രമം കായൽ എന്നൊരു പേരും അഷ്ടമുടി കായലിനുണ്ട്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലും അഷ്ടമുടി കായലാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായലിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പഴയ മലയാളം ചലച്ചിത്ര ഗാനമുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.